കേരളത്തെ നടുക്കിയ പെരുമൺ ദുരന്തത്തിന് ഇന്ന് 37 വർഷം പിന്നിടുന്നു. 3.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ദുരന്ത കാരണം ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. 105 പേരാണ് ദുരന്തത്തിൽ മരണപ്പെട്ടത്. 1988 ജൂലൈ 8-നായിരുന്നു കേരളത്തെ നടുക്കിയ പെരുമൺ ട്രെയിൻ അപകടം നടന്നത്. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസിന്റെ 12 ബോഗികളാണ് അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിലേക്ക് പതിച്ചത്. ട്രെയിനിലെ യാത്രക്കാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും ദുരന്തത്തിൽ മരണപ്പെട്ടു. 105 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടം നടന്ന് 3.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ കാരണം ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. അപകട കാരണം ടൊർണാഡോ ചുഴലിക്കാറ്റ് എന്നാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. ആദ്യം റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ ആയിരുന്ന സൂര്യനാരായണനും പിന്നീട് റിട്ടയർഡ് എയർ മാർഷൽ CS നായിക്കിനെയും അന്വേഷണ കമ്മീഷനായി നിയമിച്ചെങ്കിലും ഇവരും ടൊർണാഡോ എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. രാജ്യത്തെ നടക്കിയ പെരുമൺ തീവണ്ടി ദുരന്തത്തിന് 37 വർഷം പിന്നിടുകയാണ്. ഈ 37 വർഷം പിന്നിട്ടിട്ട് കൂടി ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒന്നിനു പുറകെ രണ്ട് അന്വേഷണ കമ്മീഷനാണ് വന്നത്. ആദ്യമേ സൂര്യനാരായണൻ വന്നു, റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ വന്നു. അദ്ദേഹം ആദ്യമേ റെയിൽവേയുടെ അനാസ്ഥ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് പറഞ്ഞുവെങ്കിൽ തന്നെയും അന്തിമ റിപ്പോർട്ടിൽ ടൊർണാഡോ അഥവാ ചുഴലിക്കാറ്റാണെന്ന് പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. വീണ്ടും ജനരോഷം ഉയർന്നപ്പോൾ വീണ്ടും ഒരു CS നായിക്, റിട്ടയർഡ് എയർ മാർഷൽ CS നായിക് വന്നു. അദ്ദേഹവും ഈ ചുഴലിക്കാറ്റിനെ പഴിയാരി പുള്ളി അന്വേഷണം നിർത്തുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അന്നൊരു ചെറിയ ചാറ്റൽ മഴയല്ലാതെ ഒരു കൊടുങ്കാറ്റോ ടൊർണാഡോ ഒന്നും ഈ ഭാഗത്തുണ്ടായില്ല. അവിടെ ചകിരിനാര് പോലും ചലിച്ചില്ല. ഈ ട്രെയിൻ മാത്രം, ടൺ കണക്കിന് ഭാരമുള്ള ഈ ട്രെയിൻ മാത്രം പൊക്കിയെടുത്ത് കായൽ പതിപ്പിച്ചു. ടൊർണാഡോ ഓടിപ്പോയെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ചില യക്ഷിക്കഥ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ കമ്മീഷനായിരുന്നു ഈ രണ്ട് അന്വേഷണ കമ്മീഷനും. അന്തൻ ആണയെ കാണാൻ പോയതുപോലെ ആയിപ്പോയി. ഈ 37-ാം വർഷം ആചരിക്കുന്ന ഈ വേളയിലെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത ഇന്ത്യൻ റെയിൽവേക്കുണ്ട്. അത് ചെയ്യണം എന്നാണ് അനുസ്മരണ കമ്മിറ്റിയുടെ ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. പെരുമൺ ദുരന്ത വാർഷിക ദിനത്തിൽ പാലത്തിന് സമീപമുള്ള സ്മൃതി മണ്ഡപത്തിൽ വിവിധ സംഘടനകളും മരണപ്പെട്ടവരുടെ ബന്ധുക്കളും പെരുമൺ ദുരന്ത അനുസ്മരണ സമിതിയുടെയും നേതൃത്വത്തിലും പുഷ്പാർച്ചനയും സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു വരുന്നുണ്ട്.